എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുടുംബാംഗങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചാലമൂട് ദേശത്തെ കുറുവേലിൽ കുടുംബം. 75 വീടുകളായി ഏകദേശം 500ഓളം അംഗങ്ങൾ ഉള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഈ കുടുംബം വർഷത്തിൽ ഒരിക്കൽ അവർ ഒത്തുകൂടുന്നുണ്ട്. അതും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് അവർ ഒത്തുകൂടുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വളരെ സന്തോഷമാണ്. എല്ലാവർക്കും പ്രചോദനമായി ഈ ഒരു കുടുംബം ഇത്തരത്തിലുള്ള ഒരു ഐക്യത്തോടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ, ഇതുപോലെ തന്നെ നമുക്ക് ആധ്യാത്മിക അറിവ് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ നമ്മൾ പകർന്ന് നൽകുവാണെങ്കിൽ നല്ലൊരു വ്യക്തിത്വം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ നല്ലൊരു പൗരനാവും, നല്ല കുടുംബങ്ങൾ വരും, നല്ലൊരു സമൂഹം ഉണ്ടാവും, ശ്രേഷ്ഠമായ ഒരു നാടും അല്ലെങ്കിൽ ഒരു രാഷ്ട്രവും നമുക്ക് ഉണ്ടാവുന്നു. ഇത് തന്നെയാണ് രാമായണത്തിന്റെ സന്ദേശവും. എല്ലാവർക്കും നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ അധ്യാത്മ രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യസ്തുതിയിലെ ഏതാനും വരികൾ അർത്ഥം ആണ് ഞാൻ ഇന്നിവിടെ ഞാൻ പറയുന്നത്. നമസ്തേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. അയോധ്യകാണ്ഡവും ബാലകാണ്ഡവും എല്ലാം കഴിഞ്ഞ് നമ്മൾ ആരണ്യകാണ്ഡത്തിലാണ് എത്തിയിരിക്കുന്നത്. സാധാരണ ആരണ്യം അഥവാ കാട് ഭീതി നിറഞ്ഞതാണ്. ഇവിടെ നാം ഈ കാട്ടിൽ ശ്രീരാമ ലക്ഷ്മണനോടും സീതയോടും കൂടിയാണ് ഈ കാട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ടതില്ല. തുഞ്ചത്താചാര്യൻ പാടുന്ന പോലെ പാലാവനൻ പരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ല ഒരിക്കലും. ശ്രീരാമചരിതവും വിശേഷിച്ച് സാരമായിട്ടുള്ള മുക്തി സാധകം രസായനം തന്നെയാണ്. ശ്രീരാമചരിത്രം രസായനം തന്നെയാണ്, രസത്തെ നൽകുന്നതാണ്, ആനന്ദത്തിനെ നൽകുന്നതാണ്. ജീവിതമാകുന്ന മഹാ ആരണ്യത്തിൽ വഴിയറിയാതെ പകച്ചു നിൽക്കുകയാണ് ജീവാത്മാക്കൾ ആയ നാം ഓരോരുത്തരും. തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾക്കൊരിക്കലും സംസാര കാട്ടിലെ കരയെത്താൻ നമുക്ക് സാധിക്കില്ല. കാമ, ക്രോധ, മോഹ, മതമാത്സര്യങ്ങൾ എല്ലാമാകുന്ന ക്രൂര മൃഗങ്ങളുടെ ആക്രമണത്തിൽ പെട്ട് ഈ കാനനത്തിൽ തന്നെ അവസാനം മരണം വരിക്കേണ്ടി വരും നമുക്ക്. എന്നാൽ ശ്രീരാമചരിത്രം എന്ന ദിവ്യ ഔഷധം നമുക്ക് മോക്ഷത്തെ നൽകുകയും ചെയ്യും. ദണ്ഡകാരണ്യത്തിലേക്കുള്ള വഴി ചോദിക്കുന്ന രാഘവനോട് പണ്ഡിതനായ ത്രിമഹർഷി പറയുന്നു, സകലരെയും നേർവഴിക്ക് നയിക്കുന്ന അങ്ങേക്ക് ഏതാണ് ശരിയായ വഴി എന്ന് ചോദിക്കുന്നു. ഹരിയായ അങ്ങ് തന്നെയാണ് ശരിയായ വഴി, എങ്കിലും ഈശ്വരഹിതം എന്ന് കരുതി ഞാൻ കാണിച്ചു തരാം. പിന്നീട് നമ്മൾ കാണുന്നത് ശ്രീരാമൻ അവരെ അനുഗ്രഹിച്ച് അയച്ചുവിടുന്നു. ദുർവാസാവിന്റെ ശാപം കൊണ്ട് വിരാധനൻ എന്ന രാക്ഷസനായി മാറിയ വിദ്യാധരന് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നുണ്ട്. വിദ്യാധരൻ ഭഗവാനെ സ്തുതിക്കുന്ന വരികൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. വാണികൾ കൊണ്ട് നാമം കീർത്തനം ചെയ്യാൻ ആകേണം, വാണികൾ കൊണ്ട് ചരണാർച്ചന ചെയ്യാൻ ആകേണം, സ്തോത്രങ്ങൾ കൊണ്ട് ശ്രവണം ചെയ്യണം, നേത്രങ്ങൾ കൊണ്ട് രാമവിഗ്രഹങ്ങൾ കാണാൻ ആകേണം. ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. 9 ഡിവോഷണൽ സർവീസസ് ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യ, ആത്മനിവേദനം.
എന്ന 9 ഫോംസ് ഓഫ് ഡിവോഷണൽ സർവീസ് ആണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇവിടെ. നമ്മുടെ ഈ മനുഷ്യ ശരീരം ഈശ്വരാർപ്പിതമായാൽ മാത്രമേ ഉത്തമ ഭക്തനായി നമുക്ക് തീരാൻ പറ്റുള്ളൂ, നമുക്ക് തീരുകയുള്ളൂ. ആത്മാരാമനെ ആദരപൂർവം ആശ്രമത്തിൽ അഗസ്ത്യമുനി ആനയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. തൻ്റെ അറിവുകളെല്ലാം രാമനെ സമർപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. എന്താന്ന് വെച്ചാൽ, ഏതു വിദ്യയും ഈശ്വരനിൽ അർപ്പിക്കുമ്പോൾ ആണ് അത് പൂർണ്ണമാകുന്നത്. രാമന് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാനുള്ള ഉപദേശം നൽകിയ മുനി രാമനെ മനസ്സിൽ നമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുക്കും തോറും ഏറുന്ന ധനം ഏതെന്ന് ചോദിച്ചാൽ യാതനം ആണ്. പക്ഷേ സ്വീകരിക്കാൻ അർഹത ഉള്ളവർ മാത്രമേ അത് കൊടുക്കാവൂ എന്നതുമുണ്ട്. അവർക്ക് തീർച്ചയായും അത് കൊടുക്കുകയും വേണം. ബ്രഹ്മാസ്ത്രം പോലെയുള്ള മഹത്തായ വിദ്യകൾ അനർഹർക്ക് നൽകിയാൽ അത് ഉപയോഗം സാധ്യതയുണ്ട്. മറിച്ച് ശ്രീരാമചന്ദ്രനെ പോലെയുള്ളവർക്ക് നൽകിയാൽ അത് ലോക നന്മയ്ക്കായി ഉപകാരം ചെയ്യും. ഈ തിരിച്ചറിവിനെ ആണ് അഗസ്ത്യനെ പോലും മഹർഷിയാക്കുന്നത്. നമുക്കറിയാം, മൂർച്ചയേറിയ ഒരു കത്തി ദുഷ്ടനായ ഒരാൾക്ക് നമ്മളെ ഏൽപ്പിച്ചാൽ ഉള്ള ഒരു കോൺസിക്വൻസ് നമുക്കറിയാം. അത് തൻ്റെ പ്രതിയോഗിയെ കുത്തിമലർത്താനുള്ള ഒരു ആയുധമാക്കും ആ വ്യക്തി. എന്നാൽ ഒരു വിഷധ്വരന്റെ കയ്യിൽ അത് കൊടുത്താലോ അദ്ദേഹം അത് ജീവൻ രക്ഷിക്കാനായ ഒരു ഉപകരണമായി മാറ്റും. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ അഗസ്ത്യ പത്നി സീതാദേവിയെ പ്രത്യേകം സ്വീകരിച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി കാണുന്നുണ്ട്. അപ്പോൾ ഈശ്വരൻ ആകുന്ന ഗുരുവിൽ നിന്ന് ലഭിച്ച വിജ്ഞാനത്തെ ശ്രീരാമ ആകുന്ന ഈശ്വരനിൽ തന്നെ തിരിച്ച് സമർപ്പിക്കുന്നു ഇവിടെ അഗസ്ത്യമുനി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കൽ ആക്കേണ്ടത്. ഈശ്വരനിൽ തന്നെ ലഭിക്കുന്ന അറിവുകൾ ഈശ്വരനിൽ തന്നെ സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലുള്ളിലുള്ള അഹങ്കാരം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളെ ഒരിക്കലും അഹങ്കാരികളാക്കാൻ അനുവദിക്കില്ല. അറിവ് ലോകത്തിന്റെ ഹിതത്തിനായി ഉപയോഗിക്കാൻ സാധിക്കണം നമുക്കെല്ലാവർക്കും. അത് തന്നെയാണ് രാമസേവ. അഗസ്ത്യ മഹർഷി അതിഗംഭീരമായിട്ട് സ്തുതിക്കുന്നുണ്ട് ഇവിടെ. ഈ സ്തുതി അധ്യാത്മരാമായണത്തിലെ മൂലത്തിലും എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലും ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. അഗസ്ത്യമുനി രാമസീതന്മാരെ ലക്ഷ്മണനോട് കൂടി നമസ്കരിച്ച് അഗസ്ത്യമുനി രാമനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ കൂടെ മാറോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. ശ്രീരാമചന്ദ്രന്റെ ശരീര സ്പർശത്താൽ ഉണ്ടായ ഒരു ആനന്ദം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു കണ്ണീർ ഒഴുകാൻ തുടങ്ങി. രാമന്റെ കൈ പിടിച്ച് മഹർഷി ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. രാമനെയും സീതയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ച് ഫലമൂലങ്ങൾ ആഹാരമായി നൽകി. രാമന്റെ മുൻപിൽ തൊഴുതു നിന്ന് കൊണ്ട് അഗസ്ത്യ മഹർഷി പറയുന്നുണ്ട്, രാമ, അങ്ങയുടെ വരവും പ്രതീക്ഷയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് പാലാഴി തീരത്ത് വെച്ച് ബ്രഹ്മാവ് ഭൂമിയുടെ ഭാരം തീർത്ത് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. രാവണനെ വധിക്കാനും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനായി അവതരിക്കാനും അപേക്ഷിക്കുന്നുണ്ട്. അന്ന് മുതൽ അങ്ങയെ കാണുവാൻ ആഗ്രഹിച്ച് മുനിമാരുടെ കൂടെ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയതാണ്, തപസ് ചെയ്യാൻ തുടങ്ങിയതാണ്. സൃഷ്ടിക്ക് മുമ്പ് പരമാത്മാവായ അങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പരമാത്മാവായ അങ്ങയെ മായ ആവരണം ചെയ്യുന്നു രാമ. പരമാത്മാവായ അങ്ങയാൽ അനുഭവിക്കപ്പെട്ട എന്നുള്ളത് മഹത്വത്തെ സൃഷ്ടിക്കുന്നു. മഹത്വത്താൽ അഹങ്കാരമുണ്ടാവുന്നു.
ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച്ച അഹങ്കാരം ഇതി യമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത എന്ന് പറയുന്നുണ്ട്. ദ 5 എലിമെന്റ്സ് ഭഗവാൻ അത് കൊണ്ടാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കൂടാതെ നമുക്ക് മനസ്സ്, ബുദ്ധി, അതിൻ്റെ മുകളിൽ അഹങ്കാരവും നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം സാത്വിക്, രാജസിക്, താമസിക് എന്ന 3 വിധത്തിലായി തീരുന്നു. അങ്ങയെ തന്നെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുക രാമ. ഈ വിരാട് പുരുഷനിൽ നിന്ന് തന്നെയാണ് സഞ്ചരിക്കുകയും സഞ്ചരിക്കാത്തവയും ആയ സകല ജീവജാലങ്ങളും ഉണ്ടായി വരുന്നത്. ഹേ രഘുനന്ദ, അങ്ങ് സൃഷ്ടിക്കുമ്പോൾ മായ അത് സ്വീകരിക്കുന്നു. അതോടെ അങ്ങ് മായയുടെ 3 ഗുണങ്ങൾ കൂടിയായി തോന്നപ്പെടുന്നു. മായ അവിദ്യ എന്നും വിദ്യ എന്നും 2 രൂപത്തിൽ പ്രകാശിക്കുന്നു. അങ്ങയെ ഭക്തിഭാവത്തിൽ വളർത്തുവാനും രാമ എന്ന് വിളിക്കുന്നവരും രാമമന്ത്രത്തെ ഉപാസിക്കുന്നവരും ആയിട്ടുള്ളവർ സുകൃതികളാണ് എന്ന് ഇവിടെ അഗസ്ത്യമുനി പറയുന്നുണ്ട്. കാലം കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടാവുന്ന ദൈവങ്ങളും മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും എല്ലാം വിരാട് പുരുഷനായ അങ്ങയിൽ നിന്നും ആണ്. അങ്ങ് ഇതിനൊക്കെ അതീതനും സാക്ഷിയും ജ്ഞാനസ്വരൂപനും നാശരഹിതനും എല്ലാം അവിടുന്ന് ആകുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങയിൽ ഭക്തി ഉറച്ചവർ സംസാരത്തിൽ നിന്ന് മോക്ഷം ലഭിക്കും. അങ്ങയിൽ ഭക്തി ഇല്ലാത്തവർക്കോ മോക്ഷം സ്വപ്നത്തിൽ പോലും കിട്ടുകയില്ല. ഭജഗോവിന്ദത്തിൽ ആദി ശങ്കരാചാര്യ പാടുന്നത് പോലെ പുനരവിജനനം പുനരവിജനനം പുനരപി മരണം പുനരവിജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ജനനവും മരണവും വീണ്ടും ജനനവും മരണവും ഒക്കെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. രാമ, അധികം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? സാരമായതിനെ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. സജ്ജന സംസർഗം ആണ് മോക്ഷപ്രാപ്തിക്കുള്ള ഉത്തമ സാധനം. എല്ലാത്തിനെയും സമമായി ആത്മസ്വരൂപമായി കാണുവാൻ ആകുന്നവരും യാതൊന്നിലും ആഗ്രഹം ഇല്ലാത്തവരും ധനം, പുത്രന്മാര്, കീർത്തി, ഭാര്യ, ഭർത്താവ്, സുഹൃത്തുക്കൾ ഒന്നും വേണ്ട, ഇതിലൊക്കെ താല്പര്യമാകുന്നവരും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവരും ആണ് സജ്ജനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇഷ്ടാനിഷ്ടങ്ങളും പ്രീതിയോ അപ്രീതിയോ ഇല്ലാത്തവരും നിസ്സംഗരും എല്ലാ കർമ്മങ്ങളിലെയും ഉപേക്ഷിച്ചവരും. നമ്മൾ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയുന്നുണ്ട്, സർവധർമ്മ പരിത്യജ്യ മാമേകം ശരണം വൃജ. സർവധർമ്മങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ച് ഭഗവാനിൽ മാത്രം നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ ദൃഢ ബോധത്തോടെ കൂടിയവരും യമനിയമങ്ങളെ ആചരിക്കുന്നവരും യാദൃശ്യമായി നമുക്ക് കിട്ടുന്ന കൊണ്ട് നമ്മൾ തൃപ്തിയായി ജീവിച്ച് വരുന്നവരും ഇവരെയാണ് സത്തുക്കൾ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഒരു ചേർച്ചയാണ് സത്സംഗം എന്ന് നമ്മൾ പറയുന്നത്. സത്സംഗം സാധിച്ചാൽ രാമ, നിന്റെ കീർത്തികൾ കേൾക്കും തോറും ഭക്തി വളർന്നു വരും. ഭക്തി ദൃഢമായാൽ ഞാൻ ആത്മാവാണ് എന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. ഇതാണ് മോക്ഷപ്രാപ്തിക്കുള്ള അനുഷ്ഠാനം. പണ്ടുള്ള സമർത്ഥന്മാർ ആചരിച്ചു വന്നവർ ആണ് ഇതെല്ലാം. രാമ, അതിനാൽ സജ്ജന സംസർഗം സാധിക്കാനും അങ്ങയിൽ നിഷ്കളങ്കമായ ഒരു ഭക്തി ഉണ്ടാവാനും എന്നെ അനുഗ്രഹിക്കണം എന്ന് അഗസ്ത്യമുനി പറയുന്നുണ്ട്.
അങ്ങയുടെ ദർശന ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ. എൻ്റെ ഒരു ജന്മസാഫല്യമായി ഞാൻ കാണുന്നു. ഇങ്ങനെ ആവനാഴികളും ശ്രേഷ്ഠമായ വാളും രാമൻ അഗസ്ത്യമുനി കൊടുക്കുന്നുണ്ട്. ഭൂമിക്ക് ഭാരഭൂതരായ രാക്ഷസന്മാരെ സംഹരിച്ചാലും എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 2 യോജന എന്ന് പറയുമ്പോൾ 24 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പോൾ അഗസ്ത്യമുനി വഴികാട്ടാണ് രാമൻ, ലക്ഷ്മൺ ആൻഡ് സീതയ്ക്കും. 2 യോജന 24 കിലോമീറ്റർ ദൂരെ പോയാൽ പഞ്ചവടി എന്ന മനോഹരമായ ഒരു വനമുണ്ട്. ഗൗതമി നദിയുടെ തീരത്താണ് ഈ സ്ഥലം. വനവാസത്തിലെ ബാക്കി കാലം അവിടെ ചെന്ന് താമസിക്കണം. അവിടെ വസിച്ചുകൊണ്ട് ദൈവകാര്യങ്ങൾ പലതും ചെയ്യാനുണ്ട്. ഇങ്ങനെ പറഞ്ഞ് അഗസ്ത്യമുനി രാമനെയും ലക്ഷ്മണനെയും സീതയും യാത്ര അയക്കുകയാണ്.